കർത്താവേ, പരിശുദ്ധ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം അങ്ങടിങ്ങൾക്ക് ഭാഗ്യവും പദവിയും തന്ന മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം ചെയ്യും. അങ്ങേ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങോട്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് അങ്ങേ വീണ്ടും വീണ്ടും ആരാധിപ്പാനോ അങ്ങയെ പ്രസാദിപ്പാനോ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനോ ഞങ്ങൾക്ക് സാധ്യമല്ലല്ലോ. അതിനാൽ അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അല്പസമയം ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ ആഗ്രഹിക്കുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടിയും പറയുന്നതിനപ്പുറമായ ആഴങ്ങളെയും അർത്ഥങ്ങളെയും ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വമെല്ലാം അങ്ങ് മാറ്റെടുക്കണമേ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് അവിടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് അണക്കര CSI ഇടവകയിൽ കടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകുന്നതിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വളരെ നേരത്തെ ഈ സ്ത്രീകരണ ശുശ്രൂഷയെക്കുറിച്ച് പറയുകയും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അച്ഛൻ ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് സ്ത്രീകരണ കുഞ്ഞുങ്ങളെ പ്രത്യേകമായതിനു വേണ്ടി ഒരുക്കി അവരൊരുങ്ങി വന്നിരിക്കുന്നു. നല്ല കാലാവസ്ഥ. ഇന്ന് ഇവിടെ പോകുന്ന വഴിക്ക് അല്പസ്വല്പ മഴയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇവിടെ നല്ല കാലാവസ്ഥ കാണുന്നതിൽ അതിയായ സന്തോഷം. അതുകൊണ്ട് ഈ ആരാധന കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും അച്ഛനോട് ചേർന്ന് ഞാനും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് സ്ത്രീകരണം കഴിയുവാനുള്ള 25 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടുമൊന്നും വേണ്ട. പ്രായമുള്ളവരെ എല്ലാവരെയും കുട്ടികൾ എന്ന് പറയുന്നത് എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പറയുന്നതാണ്. കുട്ടികളെ കൂട്ടി എന്ന് വിചാരിക്കരുത്, പണങ്ങുവാങ്ങും ചെയ്താക്കരുത്. സ്ത്രീകരണം കഴിയുന്ന ആളുകളെ ഒന്ന് ഓർക്കാൻ വേണ്ടി എപ്പോഴും പറയുന്നൊരു പദമാണ് കുട്ടികൾ. അപ്പോൾ എന്നെ ബാധിക്കത്തില്ലെന്ന് പ്രായമുള്ളവരാരും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. ഇന്ന് സ്ത്രീകരണം കഴിയുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘ അംഗങ്ങളെയും സഭയുടെ ചുമതലക്കാർ, അത്രയും പ്രിയപ്പെട്ട കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, കപ്പയാരച്ചൻ, പ്രിയപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അതോടൊപ്പം തന്നെ പ്രിയ മാതാപിതാക്കന്മാർ, ജ്ഞാനമാതാപിതാക്കന്മാർ, കുട്ടികൾ, ചെറുപ്പക്കാർ, യുവജനങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഞങ്ങളെ പ്രത്യേകമായി ഇവിടെ വന്നപ്പോൾ കുടുംബമായിട്ട് ക്ഷണിക്കുകയും ഇവിടെ വന്നപ്പോൾ വളരെ ഊഷ്മളമായ പൂച്ചെണ്ടുകളൊക്കെ നൽകി സ്വീകരിച്ചതിന് പ്രത്യേകിച്ച് നിങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. കർത്താവിൻ്റെ എളിയ വേലക്കാർ എന്നുള്ള നിലയിലാകുന്ന ഈ സ്വീകരണമൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനെ എല്ലാ മാനവും മഹത്വവും കർത്താവിൻ്റെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുകയും ചെയ്തു. സ്ത്രീകരണ ശുശ്രൂഷ ആയതുകൊണ്ട് അത് തന്നെ ഒരു 2-2.5 മണിക്കൂറുണ്ട്. ഒരു കമ്മ്യൂണിയൻ സർവീസും കൂടെ ആകുമ്പോൾ അത് മിനിമം ഒരു 2 മണിക്കൂറുണ്ട്. എത്ര മണിക്കൂറായി? എത്ര മണിക്കൂറായി? സ്ത്രീകരണത്തിനുള്ള കൈവെക്കാമോ? സ്ത്രീകരണത്തിനുള്ള കുഞ്ഞുങ്ങൾ ഓക്കെ, എവിടം വരെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണേ. ഓക്കെ, കേതതില്ല. അപ്പം എത്ര മണിക്കൂറായി? ഇപ്പോഴല്ല, 2 സർവീസും കൂടെ കൂടുമ്പോൾ എത്രയായി? 4.5 മണിക്കൂർ അല്ലേ? 2 2 4.5 മണിക്കൂർ. ഇപ്പോൾ ഒരു 10:15 ഞാൻ ഇപ്പോൾ തുടങ്ങിയപ്പോൾ ഒരു 10:20 കൂട്ടാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി, നമുക്ക് 10:15 കൂട്ടിക്കാം. 2 മിനിറ്റ് നമുക്ക് കൂട്ടിക്കാം. അപ്പോൾ എപ്പോൾ തീരും അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാവുള്ളൂ? വാച്ച് നോക്കാവുള്ളൂ കേട്ടോ. 4.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ? വാച്ചിലൊക്കെ നോക്കാം. അല്ലെങ്കിൽ പിള്ളേർക്ക് എന്ത് ചെയ്യും? അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ 9:30 എന്നുള്ള സമയം വെക്കുന്നത്. അച്ഛൻ പറഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ വെച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയും പറ്റത്തില്ല. കാരണം 9:30 ആകുമ്പം അവർ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ വരും. അല്ലെങ്കിൽ നേരത്തെ വന്നാൽ അത് ഭക്ഷണം കഴിക്കാതെ വന്നാൽ അത് ഇങ്ങനെ നീണ്ട സർവീസ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? അല്പസ്വല്പമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ക്ഷണയ്ക്ക് വന്നിരിക്കുന്നു എന്ന് കരുതുന്നു. അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകിച്ച് ഞാൻ ഈ സ്ത്രീകരണ ശുശ്രൂഷയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഒരു വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങളാണ്. ഞാൻ തന്നെ വായിച്ചോളാം. ആവർത്തനം 6, 5, 6. ആവർത്തനം 6, 5, 6.
ഒരു കണക്കിന് നിങ്ങൾക്കത് എളുപ്പം എന്ന് ഓർത്തിരിക്കാൻ ആവർത്തനം 6 എന്ന് ഓർത്താൽ മതി. അപ്പോൾ എളുപ്പം. ആവർത്തനം 6. ഞാൻ തന്നെ വായിക്കാതെ 5 ചേർത്ത് വായിക്കാം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. 3 വാക്യങ്ങളാണ് വായിച്ചൊന്നുകൂടെ വായിക്കാം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇത് നമ്മൾ മറന്നു പോകരുത്. ആ വാക്യം പ്രത്യേകിച്ച് സ്ഥിരീകരണം കഴിയുന്ന കുട്ടികൾ മറക്കരുത്. ആ വാക്യം റെഫറൻസ് ഓർത്തിരുന്നാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെയും ചോദിക്കും ഏതാ പറഞ്ഞത്. ഓക്കെ, ഏതാ റെഫറൻസ്? ആവർത്തനം 6. അതങ്ങനെ ഓർത്താൽ മതി. അപ്പം 5 ഉണ്ട് 7 ഉണ്ട്, 3 വാക്യങ്ങളുണ്ട്. ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ പറഞ്ഞു. ആവർത്തനം 6 പറഞ്ഞേ. ആവർത്തനം 6 എന്നതാ? 6 എന്നതാ? ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അതാണ് ആവർത്തനം 6. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഹൃദയത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ഇത് ചോദ്യവും ഉത്തരവാണേ. പ്രസംഗമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രസംഗം കേൾക്കാൻ ആരും ഇരിക്കുകയും വേണ്ട. ഈ പിള്ളേരോടുള്ള ചോദ്യവും പറച്ചിലാണ്. ഞാൻ അവരോട് ചോദിക്കും, അവരെന്നോട് ഉത്തരം പറയും. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ശ്രദ്ധിക്കാം, കുറേ കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളതും അതൊരു ശരിയാണ്. എന്നിരുന്നാലും പ്രധാനമായിട്ടും നിങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ. ഹൃദയത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? അല്ല, എന്തായിരിക്കും? അറിയാവുന്ന ഉത്തരം പറഞ്ഞാൽ മതി. ചോദിക്കാൻ അന്നേരം ഉത്തരം പറയണം കേട്ടോ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പറയുകയാണെങ്കിൽ അത്രയും എളുപ്പം. ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ താമസിച്ചാൽ സമയം എന്തു ചെയ്യും? 4:30 എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? പിന്നെയും നീണ്ടുപോകും. അതിന് ഉത്തരവാദികൾ നിങ്ങളായിരിക്കും, ഞാനായിരിക്കത്തില്ല കേട്ടോ. ഓക്കെ, അച്ഛൻ പറഞ്ഞ് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അത് പഠിപ്പിച്ചോ, ഇത് പഠിപ്പിച്ചോ, അത് പഠിപ്പിച്ചോ, ഇത് പഠിപ്പിച്ചോ? അച്ഛൻ എല്ലാം പഠിപ്പിച്ചു. അതുകൊണ്ട് അച്ഛൻ പഠിപ്പിച്ച കാര്യം വലിയ കാര്യമായിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, ചോദിക്കത്തില്ല. അച്ഛൻ പഠിപ്പിച്ചതിൻ്റെ അകത്ത് നിങ്ങളെന്ത് പഠിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയാം അച്ഛൻ പഠിപ്പിച്ചതിൻ്റെ അകത്ത് നിങ്ങളെന്ത് പഠിച്ചു എന്നാണ്. എന്താ ഹൃദയത്തിൽ കൽപ്പനകൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? വചനങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറഞ്ഞോ. ഹൃദയത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ പറയുന്നത് മലയാളം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇനിയിപ്പോൾ മലയാളം പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ കൈ പൊക്കിയാൽ മതി. ഞാൻ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ തമിഴിൽ എന്ത് ചെയ്തോളൂ, നോ പ്രോബ്ലം. ഹൃദയത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം. അത് ഹൃദയത്തിൽ നമ്മൾ ഈ ഹൃദയത്തിലാണോ, അതോ ഇനി തലയ്ക്കകത്താണോ, അതോ ഇനി ബുദ്ധിക്കകത്താണോ? അതിന് എവിടെ ഇരിക്കുന്നത് അല്ലേ? എവിടെയാ തരത്തില്ല, എന്താണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലല്ലേ? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മറ്റു പല ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയിൽ ഇരിക്കണമെന്നാണ്. ഓർമ്മ എവിടെ ഇരിക്കുന്നത്? അത് നിങ്ങൾ കുറേക്കൂടെ മനസ്സിലാവും. ഓർമ്മ എവിടെ ഇരിക്കുന്നത്? ഓർമ്മ എവിടെ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ എളുപ്പം നമുക്കറിയാം, നമ്മുടെ തലയിലാണെന്ന് പറയാം അല്ലേ? ഓർമ്മയ്ക്ക് പ്രത്യേക ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എളുപ്പം എന്ത് ചെയ്യാം? തലയിൽ എന്ന് പറയാം അല്ലേ? തലക്കകത്തുണ്ടായിരിക്കണം എന്നത് നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം എന്നതാ ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലേ? അങ്ങനെ ഈ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് ഈ കൽപ്പനകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്കത് അനുസരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ഹൃദയത്തിലിരുന്നാൽ മാത്രം പോരാ, അത് നീ നിന്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോൾ, നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും ഇങ്ങോട്ട് പോരുമ്പോഴും പിന്നെ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. അതെന്തായിരിക്കും എൻ്റെ അർത്ഥം? കൽപ്പനകൾ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിലിരിക്കണം. ഓക്കെ, അത് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം?
ഹൃദയത്തിരുന്നാൽ മാത്രം പോരാ, പിന്നെയോ അത് നീ നിന്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഉപദേശിച്ചു കൊടുക്കണം. പിന്നെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുത്താൽ മാത്രം മതിയോ? നീ വീട്ടിലിരിക്കുമ്പോൾ, പിന്നെ വഴി നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ ഒക്കെയും എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് സംസാരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഓക്കെ, കൽപ്പനകൾ എത്രയാണെന്ന് പറഞ്ഞ്? കൽപ്പനകൾ 10 കൽപ്പന. 10 കൽപ്പനയും അറിയാവുന്നവർ കൈപൊക്കിക്കുക. 10 കൽപ്പനയും കൃത്യം എണ്ണം എൻ്റെ രീതി അനുസരിച്ച് പറയണമെന്നില്ല. 10 എണ്ണം അറിയാവുന്നവർ കൈപൊക്കിക്കുക. 10 കൽപ്പനകളും അറിയാവുന്നവർ ചിലപ്പോൾ കൈപൊക്കണേ. ഇവിടെ നോക്കിയാൽ കാണത്തില്ല കൈപൊക്കുന്നുണ്ടോ? ഓക്കെ, കൈ താത്തിട്ടെ. 9 എണ്ണം അറിയാവുന്നവർ കൈപൊക്കുക. 9 എണ്ണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ പറയണേ. 9, 10 എണ്ണമാണ് ആകെ ഉള്ളത്. അതിൽ 9 എണ്ണം അറിയാവുന്നവർ കൈപൊക്കിക്കുക. 8 എണ്ണം അറിയാവുന്നവർ കൈപൊക്കിക്കുക. 8 എണ്ണം. ഏതെങ്കിലും 8 കൽപ്പന അറിയാം, 2 എണ്ണം അറിയത് പോട്ടെ. 7, 5 കൽപ്പന എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞത്. 5 കൽപ്പന, 1, 2, 5 കൽപ്പന, 6 പേർക്ക് 5 കൽപ്പന കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇവിടെ കുറച്ച് പേര് ഇനി കൈവക്കാണ്. നിങ്ങൾക്ക് കൽപ്പന ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നിട്ടാണോ അതോ മനസ്സിലായിട്ടുണ്ടോ എന്ന് പറഞ്ഞു കൊടുത്തേ. കൽപ്പന എത്ര അറിയാമെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര കൽപ്പന അറിയാം? 10ൽ എത്ര കൽപ്പനകൾ അറിയാം? നമുക്ക് എത്ര എണ്ണം അറിയാം? എത്രയാ? 6 എണ്ണം. ഓക്കെ, 6 ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ? ഓക്കെ, 6 കൽപ്പന വെച്ചിട്ടറിയാം. ഇവിടെ എത്ര കൽപ്പന അറിയാം? എത്ര എണ്ണം അറിയാം? കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? മൈക്കിൽ കൂടെ കേൾക്കാമോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് കേൾക്കാമോ? ഈ സ്ത്രീകളുടെ കുട്ടികൾക്ക് ഈ ബോക്സിൽ കൂടെ ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇന്നാളെ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവർക്ക് കേൾക്കത്തില്ലായിരുന്നു. അതിങ്ങനെ പുറത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ പിള്ളേരൊന്നും ഉത്തരം പറയുന്നില്ല. ഞാൻ ഓർത്ത് പിള്ളേരെന്നെ പഠിക്കാണ്ട് പറഞ്ഞു. അന്നേരം അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, എൻ്റെ തിരുമേനി, ഞങ്ങൾക്ക് തിരുമേനി പറഞ്ഞൊന്നും കേൾക്കത്തില്ല. കേൾക്കാലോ അല്ലേ? എത്ര കൽപ്പന അറിയാം? പറഞ്ഞു. അവരാണോ പറഞ്ഞു തരുന്നത്? അല്ലല്ലോ. എത്ര എണ്ണം അറിയാം? 5 എണ്ണം അറിയാം. ഉറപ്പാണോ? 5 എണ്ണം അറിയാമെന്നാണോ അതോ ഇങ്ങനെ കൈപ്പൊക്കിയെന്നാണോ? ഓക്കെ, 5 കൽപ്പന അറിയാം. ഓക്കെ, ചിലർക്ക് 5 അറിയാം, ചിലർക്ക് 9 അറിയാം, ചിലർക്ക് 10 അറിയാം. അങ്ങനെ വിവിധ കൽപ്പനകൾ എന്ത് ചെയ്യാം? അവർക്കറിയാം അല്ലേ? ഏതായാലും ഒന്നും അറിയത്തില്ല ഇല്ല. ഓക്കെ, അച്ഛനതെല്ലാം ഒന്ന് നോട്ട് ചെയ്യുകയും അറിയത്തില്ലെന്ന് പറഞ്ഞ് അത്രയും കൽപ്പന വീണ്ടും എന്ത് ചെയ്യണം? അവരെ പഠിപ്പിക്കുകയും ചെയ്യണം. ഓക്കെ, ഈ വായിച്ച വാക്യത്തിലേക്ക് തിരികെ വരാം. ആവർത്തനം 6:6 എന്നാണ് പറഞ്ഞല്ലേ? ഈ വചനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിരിക്കണം പറഞ്ഞ് ഏത് വചനങ്ങളാണ്? അടുത്ത ചോദ്യം, ഏത് വചനങ്ങളായിരിക്കും? നിങ്ങളത് ഊഹിച്ച് കണ്ടുപിടിക്കണം. ഏത് വചനങ്ങളായിരിക്കും? ഈ വചനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഏത് വചനങ്ങളായിരിക്കും? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഓർത്താൽ എന്ത് ചെയ്യാം? നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. ഈ വചനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ഏത് വചനങ്ങളായിരിക്കും? അതിന് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ. അങ്ങനെയാണ് ഇന്ന് എന്ത് കൽപ്പനയാണ് പറഞ്ഞതെന്നാണ് പിന്നത്തെ ചോദ്യം. ഓക്കെ, ഒരു പക്ഷെ നമ്മൾ അത്രയൊന്നും വായിച്ചു പോയിട്ടില്ലായിരിക്കാം. അത് നമ്മൾ അതിൻ്റെ പുറകോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. അതിനു മുമ്പായിട്ട് 2 ചോദ്യം. ഒരു ചോദ്യം ഇതാണ്, കൽപ്പനകൾ വേദപുസ്തകത്തിൽ ആദ്യം ഏത് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആരാ പറഞ്ഞേ? ഈ കൈ ഇങ്ങനെ പോയി കാണത്തില്ല, ഇങ്ങനെ വരും. ഓക്കെ, പുറപ്പാട് പുസ്തകത്തിൽ. പുറപ്പാട് പുസ്തകം ഏത് അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 2ാമത് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആവർത്തന പുസ്തകം. 2ാമത് ആവർത്തന പുസ്തകമല്ല രേഖപ്പെടുത്തി. ഏത് അധ്യായത്തിലാണ്? 5-ാം അധ്യായം അല്ലേ? നമ്മളിപ്പോൾ വായിച്ച ആവർത്തനം ഏത് അധ്യായമാണ്? 6. കൽപ്പിച്ച വചനങ്ങൾ ഏതായിരിക്കും അന്നേരം? ഈ കൽപ്പനയാ, 10 കൽപ്പനയാ. പുറപ്പാടിൽ ഇത് പറഞ്ഞിട്ട് പിന്നെ ആവർത്തനത്തിൽ എന്തിനായിരിക്കും പറഞ്ഞേക്കുന്നത്? എന്തായിരിക്കും? പുറപ്പാടിൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ആവർത്തന പുസ്തകത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുക. എന്തിനായിരിക്കും? നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നത്? എന്തിനായിരിക്കും? അല്ലെങ്കിൽ എന്തായിരിക്കും? ആരെങ്കിലും പറയാമോ? ഓക്കെ, ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തിച്ച് പറയാം അല്ലേ? എന്താ ആവർത്തിക്കുന്നത്?
ഏ എന്തായിരിക്കും ആവർത്തിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതിനനുസരിച്ച് എന്താ ആവർത്തിച്ചിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ, കുഞ്ഞുങ്ങൾ പറഞ്ഞേ, എന്താ ആവർത്തിച്ചത്? ഇപ്പൊ പറഞ്ഞതിൻ്റെ അകത്തുണ്ടാ ഉത്തരം കിടപ്പുണ്ട്. ഉറക്കേങ്ങ് പറഞ്ഞു. ഉത്തരത്തിൽ തെറ്റും ശരിയില്ല, ഉത്തരം മാത്രമേ ഉള്ളൂ. ചോദ്യത്തിന് ഉത്തരം മാത്രമേ ഉള്ളൂ. തെറ്റ് ശരിയൊക്കെ എന്ത് ചെയ്യാം? അതൊക്കെ വിട്ടേക്കാം. ഉത്തരം കിട്ടണം. അത് തെറ്റാണെങ്കിലും വേണ്ടില്ല, ശരിയാണെങ്കിലും വേണ്ടില്ല, ഉത്തരം എന്ത് ചെയ്യണം? കിട്ടണം. ചോദ്യം ചോദിച്ചാൽ എന്താണ്? ഉത്തരം പറയും അല്ലേ? അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും എന്നാടാ മിണ്ടാണ്ടിരിക്കുന്നു ചോദിക്കും അല്ലേ? മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. എന്തായിരിക്കും? കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. 10 കൽപ്പന എന്നാ പറഞ്ഞ അവിടെ രണ്ടുപേര് ചേർന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്നാ പറയുന്നു? കേട്ടോ? ചോദ്യം കേട്ടോ? നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒരു നിമിഷം പോലും എന്ത് ചെയ്യരുത്, ശ്രദ്ധ മാറിപ്പോകരുത്. അവർ പറഞ്ഞ് 10 കൽപ്പനയാണ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ആണോ? ഇതിനെല്ലാം മാർക്ക് ആർക്ക് കിട്ടുമെന്ന് അറിയാവോ? ഉത്തരം പറഞ്ഞതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും, പറയാത്തതിൻ്റെ മാർക്ക് ആർക്ക് കിട്ടും? അച്ഛന് കിട്ടും മാർക്ക്. പറഞ്ഞത് ശരിയാണ്. ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്, പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളോട് ദൈവം മോശ മുഖാന്തരം കൊടുത്ത കൽപ്പനകൾ വീണ്ടും എന്തിയിരിക്കുന്നു? ആവർത്തിച്ചിരിക്കുന്നു. മാത്രമല്ല, അത് ആ കൽപ്പനകൾ മാത്രമല്ല, അതിനോട് ചേർന്ന് കുറെ അധികം കാര്യങ്ങളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആവർത്തനം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ആവർത്തിച്ച് വരുന്നതെന്ന് പറഞ്ഞു. ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് കൽപ്പനയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അല്ല, എന്തായിരിക്കാം അങ്ങനെ ആവർത്തിച്ച് പറയാൻ കാരണം? നിങ്ങൾ പറഞ്ഞേ. ചെയ്യാൻ വേണ്ടിയാ, അത് ചെയ്യാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ഓക്കെ, വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഇല്ല. ഓക്കെ, ഈ പുറപ്പാടും ആവർത്തനവുമായിട്ട് എത്ര വർഷത്തെ വ്യത്യാസം ഉണ്ടെന്ന് പറയാമോ? ചുമ്മാ ഒരു കണക്ക് പറഞ്ഞേ. കാണുമോ? പുറപ്പാടും ആവർത്തനവുമായിട്ട് എത്ര വർഷത്തെ വ്യത്യാസം കാണും? അവിടെയും മോശയാ പറയുന്നത്, ഇവിടെയും മോശയാ പറയുന്നത്. അവിടെ ഇസ്രായേൽ മക്കളോടാ പറയുന്നത്, ഇവിടെ ഇസ്രായേൽ മക്കളോട്. ആ സമയത്ത് ഒരു മരുഭൂമിയില്ല, ഈ സമയത്ത് ഒരു മരുഭൂമിയില്ല. എത്ര വർഷത്തെ ഗ്യാപ്പ് കാണും, അല്ലെങ്കിൽ വ്യത്യാസം കാണും? സങ്കല്പിച്ച് പറയാമോ? ഊഹിച്ച് പറയാമോ? ഇതാണ് ബൈബിളിനെ കുറിച്ചുള്ള പൊതുവിജ്ഞാനം എന്ന് പറയുന്നത്. പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ ബൈബിൾ അപ്പുറത്തുള്ളതല്ല, ബൈബിൾ സംബന്ധമായിട്ടുള്ള പൊതുവായിട്ടുള്ള അറിവെന്ന് പറയും അല്ലേ? നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മരുഭൂമിക്കൂടെ എത്ര വർഷം നടന്നു? 40 വർഷം അല്ലേ? പുറപ്പാടിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? അന്ന് യാത്ര തുടങ്ങുകയാണ് അല്ലേ? യാത്ര തുടങ്ങിയിട്ടുള്ള ആ വർഷമാണ്. പിന്നെ ആവർത്തനമായപ്പോൾ എന്ത് ചെയ്തു? അവർ കനാനിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. എത്ര വർഷമാണ്? 40 വർഷം. 40 വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചു? 40 വർഷത്തിനിടയ്ക്ക് പുറപ്പാട് പുസ്തകത്തിൽ ഈ കൽപ്പന കേട്ട എണ്ണപ്പെട്ട ആൾക്കാരല്ല എവിടെയുള്ളത്. ആവർത്തനം വരുമ്പോൾ അത് പറയുമ്പോൾ കേൾക്കുന്നു. മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകത്തിൽ ഈ കൽപ്പന കേട്ട എണ്ണപ്പെട്ട ആൾക്കാരല്ല എവിടെയുള്ളത്. ആവർത്തന പുസ്തകത്തിൽ മോശ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ആ കേൾക്കുന്ന ജനം. കാരണം എന്തായിരിക്കും? എൻ്റെ തിരുമേനി തിരുവനപാടമില്ല ചോദിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേദന പോകാനല്ലേ. കാരണം എന്താണ്? ആദ്യം വചനം കേട്ട ആൾക്കാരെല്ലാം എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. പറഞ്ഞിട്ടുണ്ട് അവിടെ, അന്ന് പുറപ്പെട്ടതിൽ ആരെ ശേഷിച്ചുള്ളൂ? കനാൻ നാട്ടിൽ ചെന്നിരിക്കുന്ന മോശ പോലും എന്ത് ചെയ്തില്ല? കനാൻ നാട്ടിൽ ചെന്നില്ല. കാണാനുള്ള ബാക്കി കിട്ടില്ലല്ലേ? യോശുവയും കാലേബും രണ്ട് പേരെ എന്ത് ചെയ്തിട്ടുള്ളൂ? അന്ന് പുറപ്പെട്ട ആൾക്കാരിൽ അവിടെ ചെന്ന് കയറുള്ളൂ. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായൊരു കൽപ്പനയായിരുന്നു. കാരണം എന്താ? ദൈവത്തെ അവർ സംശയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ദൈവത്തെ മറുതലിച്ചു. അവരെന്ത് ചെയ്തു? അവർ തിരികെ പോകാനായിട്ട് എന്ത് ചെയ്തു? തുടങ്ങി. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ദൈവത്തിൽ അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ കുഞ്ഞുങ്ങൾ അടിമകളായി പോകും എന്ന് പറഞ്ഞ ആ സന്തതി മാത്രമേ എന്ത് ചെയ്തുള്ളൂ? അവിടെ ചെന്നുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളത് ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ്. ഞാനത് അത്രയും പറയാൻ കാരണം,
നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകളിലും പ്രമാണങ്ങളൊക്കെയും വചനം വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ആ പഠിച്ച വചനങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രമാണിക്കണം. പഠിച്ച വചനങ്ങൾ എന്ത് ചെയ്യണം? പ്രമാണിക്കണം. അതിനുവേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് വചനം കേട്ട ആൾക്കാർ, അല്ലെ കൽപ്പന കേട്ട ആൾക്കാരെല്ലാം എന്ത് ചെയ്തു പോയി? അവർ മരിച്ചുപോയി. ആ മരിച്ചുപോയ ചരിത്രം കൂടെ കൂട്ടിയാണ് മോശ എന്ത് ചെയ്യുന്നത്? മോശയുടെ അവസാന നാളുകളിൽ എന്ത് ചെയ്യുന്നത്? ജനത്തെ എല്ലാം വിളിച്ചുകൂട്ടി ഇത് വീണ്ടും പറയുകയാണ്, കൽപ്പന വീണ്ടും പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ വചനങ്ങൾ എന്ത് ചെയ്യണം? ഈ വചനങ്ങൾ എല്ലാ കാലത്തും നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്നാൽ മാത്രം പോലെ അതെന്ത് ചെയ്യണം? അതെന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലേ? നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നമ്മളെ ഹൃദയത്തിൽ ഇരിക്കണം. നമ്മൾ ഇരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ എല്ലാം എന്ത് ചെയ്യണം? നമ്മളത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാമെന്ന് പറയും. എന്നിട്ട് പറയാണ് അതെന്ത് ചെയ്യണം? മക്കൾക്ക് ഉപദേശിച്ചെടുക്കണം, അല്ലേ? അടുത്ത ചോദ്യം, ഇസ്രായേൽ മക്കൾ അന്ന് ആരാധിച്ച ദൈവം ആരാണ്? ഏത് ദൈവ? ദൈവത്തിൻ്റെ പേരെന്താ? ദൈവത്തിൻ്റെ പേരെന്താ? അതും അറിയത്തില്ലേ? അത് ഏത് ദൈവത്തിനെ അവരാരാധിച്ചേ? പറഞ്ഞു. ശരി പറഞ്ഞാൽ സമ്മാനമില്ല, തെറ്റ് പറഞ്ഞാൽ എംബോസിഷൻ ഒന്നുമില്ല, ഒരു നടപടിയില്ല. ഓക്കെ, പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ മതി. ഇസ്രായേൽ മക്കൾ ആരാധിച്ച ദൈവം ആരാണ്? നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? യേശുവാണ്. ആണോ? യേശുവാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. അവിടെയാണ് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷൻ, അല്ലേ? സീസേക്കർക്ക് അവർക്ക് ഒത്തിരി കാര്യം അറിയാം, പക്ഷെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഒന്നും അറിയത്തില്ല. അറിയാമെങ്കിലും എന്ത് ചെയ്യുന്നില്ല, അറിയത്തില്ല, അല്ലേ? നമ്മൾ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ആരാധിച്ച അതേ ദൈവത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആരാധിക്കുന്നത്. മറന്നു പോകരുത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ആരാധിച്ച യഹോവയാകുന്ന ദൈവം, സർവശക്തനായ ദൈവം, സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം, ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത് ക്രിസ്തുവിലൂടെ. എങ്ങനെയാ? ക്രിസ്തുവിലൂടെ, ക്രിസ്തു മുഖാന്തരം, യേശു മൂലം. ഈ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ ഒറ്റ ഒരു ആളെ നമുക്ക് സഹായമായിട്ടുള്ളൂ. അതാരാണ്? യേശു. യേശുവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയൊരു സത്യമാണ്. ഈ വേദോസത്തിൽ പറഞ്ഞിരിക്കുന്ന, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ എങ്ങനെ? ക്രിസ്തുവിലൂടെ. ഈ പഴയ നിയമത്തിലെ ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നത് ആരാണ്? യേശുവാണ്. യേശുവിൻ്റെ രക്തത്താലാണ് എന്ത് ചെയ്യുന്നത്? നമുക്കത് സാധ്യമായി തീർന്നത്. മറന്നു പോകരുത്. യേശുവിൻ്റെ രക്തത്താൽ ആണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? നമുക്ക് വഴിയുള്ളത്. അതുകൊണ്ടാണ് യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം, അല്ലേ? എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ അവസാനിക്കുമ്പോൾ എങ്ങനെ പറയുന്നത്? യേശു മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ, അല്ലേ? കർത്താവിനെ നമ്മൾ മധ്യസ്ഥ ചെയ്താണ് എന്ത് ചെയ്യുന്നത്? പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കും. ദൈവമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, യേശു മൂലം പ്രാർത്ഥിക്കും, അല്ലേ? കരുണ എവിടെ നിന്ന് വരുന്നു? കരുണ ദൈവത്തിൽ നിന്ന് വരുന്നു. അപേക്ഷ ആരുടെ പേരിൽ പോകുന്നു? യേശുവിൻ്റെ മറ പറ്റി നമുക്ക് നേരെ ചെല്ലത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? യേശുവിൻ്റെ പക്ഷം ചേർന്നങ്ങ് പോവുകയാണ്. അത് ഞാനൊരു മനസ്സിലാക്കാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മറന്നു പോകരുത്. യേശു മൂലം ആ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവ വിശ്വാസമാണ്, അല്ലേ? തൃത്വവിശ്വാസമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 ദൈവങ്ങൾ. പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. എങ്കിലും എത്ര ദൈവങ്ങളല്ല? 3 ദൈവങ്ങളല്ല, ഒരു ദൈവം മാത്രമേ. അതാണ് വിശ്വാസ പ്രമാണം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഠനം എന്ന് പറയുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ പറ്റത്തില്ല. വളരെ ആഴമായ സത്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നതിനാൽ വളരെ ശ്രദ്ധയോടും ഏകാഗ്ര ഹൃദയത്തോടും അതിലപ്പുറമായിട്ടുള്ള ദൈവവിശ്വാസവും കൂടെ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ പഠിക്കാൻ. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവന് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്തവൻ എന്ത് ചെയ്യേണ്ടതില്ല? ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. അത് സീസേക്കാരനാണേലും ശരി, ആരാണേലും ശരി. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ മാത്രം എന്ത് ചെയ്താൽ മതി? ദൈവത്തിൻ്റെ അടുത്ത് വന്നാൽ മതി, അല്ലേ? എല്ലാത്തവരും വന്നിട്ട് കാര്യം. വളരെ വളരെ ആഴമായ സത്യങ്ങളാണ് അതിനകത്ത്
അന്തർലീനമായിരിക്കുന്നത് എന്ന് നാം മറന്നുപോകും. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് മക്കളെ? ഈ കൽപ്പന നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഇരിക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ വഴി നടക്കുമ്പോൾ എല്ലാം വേണം. ഇത് പിന്നെ എന്ത് ചെയ്യണം? ഇത് നിൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഉപദേശം കൊടുക്കണം. ഓക്കെ, ഈ ഇന്ന് സ്ഥിരീകരിക്കാനായിട്ട് കൊണ്ടുവന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവരെന്ന് കൈവക്കാം. മാതാപിതാക്കന്മാർ ഇവിടെ സ്ത്രീയടുത്ത് വന്നിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാർ കൈവക്കിക്കേ. ഓക്കെ, കൈതാത്തിട്ടോ. ജ്ഞാനമാതാപിതാക്കന്മാർക്ക് കൈവക്കാം. ജ്ഞാനമാതാപിതാക്കന്മാർ. ഓക്കെ, ദേവാലയത്തിന് പുറത്തെ പന്തലിലും കൊട്ടിക്കയിലൊക്കെ ആൾക്കാരുണ്ട്. വളരെ നല്ല നല്ല കാര്യം. നിങ്ങളെ ഞാൻ ആ കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു, കുഞ്ഞുങ്ങളെ ഒരുക്കി കൊണ്ടുവന്നതിൽ. ഓക്കെ, ചോദ്യം ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിലേതെങ്കിലും ഒരു കൽപ്പന പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങളോടല്ല, പൊതുവെ ചോദിക്കുകയാണ്. സ്ഥിരീകരണം കഴിയാനുള്ളവരോടല്ല, അവരിപ്പോൾ അത് പഠിച്ചു വരുന്നേ ഉള്ളൂ. പ്രായമുള്ളവരോടാണ് ചോദ്യം, മാതാപിതാക്കന്മാരോടാണ് ചോദ്യം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു, ഇതെല്ലാം പഠിച്ച് നിങ്ങൾ കൈപ്പൊക്കെ മേടിച്ച് പോയ ആൾക്കാരാണ് അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് എന്ത് ചെയ്യണം? കൽപ്പനകൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം അല്ലേ? നമ്മുടെ ഏതെങ്കിലും ഒരു മക്കൾക്ക് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കൽപ്പന നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? സാധാരണ പറയുന്നത് നെഞ്ചത്ത് കൈവച്ച് പറയണം അല്ലേ? നെഞ്ചത്ത് കൈവച്ച് പറയണം, ഞാൻ ഇന്ന കൽപ്പന എൻ്റെ കൊച്ചിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്ന് കൈവോ ഒരെണ്ണെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചുമ്മാ കൈവക്കരുത്, ദൈവസന്നിധിയിലാട്ടോ. ഒരിക്കൽ അവിടെ ചെന്ന് അവിടെ സമാധാനം പറയേണ്ടി ഒരിക്കൽ ഏതായാലും കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മക്കൾക്കാണ് കേട്ടോ. സൺഡേ സ്കൂൾ പിള്ളേരെ പഠിപ്പിച്ചവരല്ല പറയുന്നത്, നിങ്ങളുടെ മക്കൾക്ക്. ഓക്കെ, കേതാതെ ശ്രദ്ധിക്കണം. എത്ര ക്ലിയർ ആയിട്ടാണ് ആ വചനം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, സൺഡേ സ്കൂളിൽ നമ്മൾ പിള്ളേരെ വിടുന്നതിന് മുമ്പ് തന്നെ, ശിശുവപ്പി കുട്ടികളെ വിടുന്നതിന് മുമ്പ് തന്നെ, നഴ്സറി ക്ലാസ്സിൽ പിള്ളേരെ വിടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ഈ കൽപ്പനകൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കണം തന്നെ അർത്ഥം. അവർ നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അവർ ഈ കൽപ്പന അനുസരിച്ച് നടക്കണം. അവർ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്തിനെ അടിസ്ഥാനപ്പെട്ട് ചിന്തിക്കണം? ഈ കൽപ്പനകൾ ബേസ് ചെയ്ത് വേണം ചിന്തിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ആര് കൊടുക്കണം? എവിടുന്ന ഇത് കൽപ്പനകളൊക്കെ പഠിക്കേണ്ടത്? വീട്ടിൽ നിന്നാണല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടത് ആരായിരിക്കും? മാതാക്കൾ എന്നാണ് പറഞ്ഞത്, ശരിയാണോ പിതാക്കന്മാരെ? അവരുടെ അടുത്താണ് കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ഉള്ളത് അല്ലേ? എപ്പോഴാണേലും കുഞ്ഞുങ്ങൾ എപ്പോഴും ആരുടെ കൂട്ടത്തിലാണ്? സാധാരണഗതിയിൽ 99% കുട്ടികൾ ആരുടെ കൂട്ടത്തിലാണ്? കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർ എപ്പോഴും അവരുടെ മാതാക്കളുടെ, മമ്മിയുടെ കൂട്ടത്തിലാണ്, അമ്മമാരുടെ കൂട്ടത്തിലാണ് അല്ലേ? അപ്പോൾ അവരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം ഈ കൽപ്പനകളൊക്കെ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ ഇന്നത്തെ ആധുനിക ലോകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ പുസ്തകം കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പരിചയപ്പെടുന്നില്ല. അവർക്കറിയത്തില്ല ഇത് എന്നാ പുസ്തകമാണ്. പിന്നെ ആകെ മൊത്തം നമ്മൾ പിള്ളേരെ ഉന്തിത്തള്ളി എങ്ങോട്ട് വിടും? പള്ളിയിലേക്ക് വിടും. എങ്ങോട്ടാ? സൺഡേ സ്കൂളിലല്ലേ? സൺഡേ സ്കൂളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അവിടെ പഠിപ്പിക്കുന്നതെങ്കിലോ ആ ക്ലാസ്സിൽ പിള്ളേരെ വിടുവോ? അതും വിടത്തില്ല അല്ലേ? പിള്ളേരുടെ കാര്യം പോയി. പിള്ളേർ അവിടെ എന്ത് ചെയ്യുന്നില്ല? വചനം പഠിക്കുന്നത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നോക്കിയാണ് അവസാനം സംഭവിക്കുന്നത് എന്തായിരിക്കും? ഈ കുട്ടികൾക്ക് എന്തറിയത്തില്ല? 10 കൽപ്പന എത്തണമെന്ന് ചോദിച്ചാൽ അവർ പറയും കുറഞ്ഞൊരു 12 കാണും എന്നവർ പറയും. കാരണം അറിയത്തില്ല. അതാണ് സംഗതി. അതിൻ്റെ ഉത്തരവാദി ആരാണ്? അറിവുണ്ടെന്ന് പറയുന്ന ഞാനും നിങ്ങളുമാണ് അതിൻ്റെ ഉത്തരവാദി. ഓക്കെ, അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോളുക. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് ദൈവം മക്കളെ തരുമ്പോൾ എന്ത് ചെയ്യണം? വളരെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം? അവരെ കൽപ്പനകൾ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇന്ന് സുവിശേഷം ആരാ വായിച്ചേ? പള്ളിയിൽ സുവിശേഷം വായിച്ചതാരാ? ആരാ മക്കളെ സുവിശേഷം വായിച്ചത്? അത് ഏത് ഭാഗമാണ് വായിച്ചത്? പറഞ്ഞു. യോഹന്നാൻ. വാക്യം പറയാമോ? യോഹന്നാൻ 14. യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15, 16, 17 3 വാക്യങ്ങളാണ് അച്ഛൻ വായിച്ചത് അല്ലേ? അതിൻ്റെ അകത്ത് 14-ന്റെ 15 എന്നായിരുന്നു വായിച്ചെന്നോ? എടുത്തേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. യോഹന്നാൻ 14:15. ആദ്യം എടുത്തവർക്ക് ആദ്യം വായിക്കാം. അതെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. ആൺകുട്ടികൾ എടുത്തവർ ആദ്യം വായിച്ചു. ഒരാൾക്ക് വായിച്ചോ? എടുത്തൊരു വായിച്ചോ? റെഫറൻസ് മറന്നു പോയോ? 14-15.
എടുത്തൊരു വായിച്ചോ. ആരാ വായിച്ചേ? അച്ഛനും ഉറക്കെ വായിച്ചു. മതി. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുള്ളൊരു റെഫറൻസ് ആണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15. യോഹന്നാൻ 14:15 എന്ന് പറഞ്ഞേ വാക്യം, റെഫറൻസ് ഒന്ന് പറഞ്ഞേ. യോഹന്നാൻ 14:15. വാക്യം എന്നാ? നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കാത്തുകൊള്ളുക പറഞ്ഞാൽ അനുസരിക്കും. എൻ്റെ അർത്ഥം കാത്തുകൊള്ളുക പറഞ്ഞാൽ അനുസരിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കും. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കൊന്ന് കൈപ്പൊക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർ ഓക്കെ, കൈതാക്കല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? കൽപ്പനകൾ കാത്തുകൊള്ളും. കൽപ്പന കാക്കാന്ന് ഞാൻ പറഞ്ഞാൽ അനുസരിക്കാൻ. കാക്കാന്ന് പറയുന്നത് പക്ഷെ പിടി നമുക്ക് അർത്ഥം കിട്ടത്തില്ല. കൽപ്പന അനുസരിക്കും അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പോൾ അതിന് അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. 10 കൽപ്പനയും പഠിച്ചവരെന്ത് ചെയ്യും? 10 കൽപ്പനകളും അനുസരിക്കും. 5 എണ്ണം പഠിച്ചവരെന്നാ ചെയ്യും? 5 എണ്ണം പഠിച്ചവരെന്നാ ചെയ്യും? 5 എണ്ണം അനുസരിക്കാൻ പറ്റത്തില്ല അല്ലേ? അതുകൊണ്ടാണ് കൽപ്പന പഠിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? സ്ത്രീകണ്ഠത്തിന് വരാവുള്ളൂ എന്ന് പറയും. ഒത്തിരി വഴക്ക് അച്ഛന്മാരെയൊക്കെ പറയുന്നതാണ് കേട്ടോ. കൽപ്പന പഠിപ്പിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? സ്ത്രീകണ്ഠത്തിന് പിള്ളേരുടെ പേര് തരാവുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ള ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. പക്ഷേ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? അടുത്ത ഞായറാഴ്ചയ്ക്ക് ഇപ്പുറം എന്ത് ചെയ്യണം? 10 കൽപ്പനയും പഠിക്കാത്തവരെന്ത് ബാക്കി പഠിക്കാനുള്ളത് കൂടെ പഠിച്ചോണം കേട്ടോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകൾ പ്രമാണിക്കണം, കൽപ്പനകൾ അനുസരിക്കണം. കൽപ്പന അനുസരിക്കണം. എന്ത് ചെയ്യണം? അനുസരിക്കേണ്ട കൽപ്പന ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അനുസരിക്കേണ്ട കൽപ്പന ഏതാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ വഴിയെ പോകുന്നു, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഓർത്തോളുക. അവിടെ ചെല്ലുമ്പോൾ ഒരു റെഡ് ലൈറ്റ് കാണും. എന്താ അതിൻ്റെ അർത്ഥം? റെഡൊന്നും കുഴപ്പമില്ല. എന്താ റെഡല്ല, ഇച്ചിരിയുടെ വലിയ റെഡാണെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞ് പോയാൽ എന്തായിരിക്കും? അപകടം അല്ലേ? റെഡ് ലൈറ്റ് പറഞ്ഞാൽ നിർത്തണം, അപകടമാണ് അല്ലേ? സ്റ്റോപ്പ് എന്നർത്ഥം അല്ലേ? സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടില്ല, പക്ഷേ അതിൻ്റെ സിഗ്നലാണ്. എന്ത്? അത് ട്രാഫിക് നിയമമാണ് അല്ലേ? ശരിയല്ലേ? നമ്മൾ വഴിയെ പോകുമ്പം എങ്ങനെ പോകണം? വണ്ടി ഓടിച്ച് പോകണം. ഏത് സൈഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകണ്ടേ? നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ, കേരളത്തിലൊക്കെ ആണെങ്കിൽ ഏത് സൈഡാണ് നമ്മുടെ സൈഡ്? ഇടത് സൈഡ്. എനിക്കിപ്പോൾ ഇടതും വലതും നോട്ടമൊന്നുമില്ല. ഞാൻ സ്വതന്ത്രനാണ്. ഞാനിത് നടുക്കൂടെ ഓടിക്കും, വലതു കൂടെ ഓടിക്കും. അങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ? അത് ശിക്ഷയാണ് അല്ലേ? നിയമം ലംഘിച്ചു, ട്രാഫിക് റൂൾ നമ്മൾ ലംഘിച്ചു അല്ലേ? അപ്പോൾ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ പഠിച്ചിരിക്കണം. ട്രാഫിക് റൂൾസ് എന്ത് ചെയ്യണം? നമ്മൾ റോഡ് നിയമങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം അല്ലേ? നമ്മളൊരു വലിയ ജീവിതയാത്രയിലാണ് അല്ലേ? വലിയ യാത്രയിലാണ്. ആ യാത്രയിൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം? ഈ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മനുഷ്യൻ, ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് വായിച്ച് മനസ്സിലാക്കാതെ ഹൃദയത്തിലിരിക്കാതെ എന്ത് ചെയ്തില്ല? നമുക്ക് നടക്കാനും ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ? ചുമന്ന ലൈറ്റ് കണ്ടപ്പോൾ അതെന്തിനാണെന്ന് അറിയത്തില്ല. ഉടനെ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ സഹായി പുസ്തകമൊക്കെ എടുത്തിങ്ങനെ വായിച്ച് പറഞ്ഞു എന്ത് ചെയ്യും? പുറകെ വണ്ടി ഇഷ്ടം പോലെ വരും അല്ലേ? അങ്ങനെ നോക്കാനും നേരമില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ടാണ് എന്ത് ചെയ്യും? അതിന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടല്ലേ? ടെസ്റ്റ് ഇത് അറിയാമെന്ന് അറിയാം. അടയാളമൊക്കെ ആണെങ്കിൽ ഇതെന്നാ, അതെന്നതാ, മറ്റതെന്നാ, മറിച്ചെന്നാ, ടെക് എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമുക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ. കാരണം അന്നേരം നിങ്ങൾ പുസ്തകം നോക്കാനോ ഒന്നും പറ്റത്തില്ല അല്ലേ? നമ്മൾ പോകുന്ന വഴിക്ക് നോക്കുന്ന വഴി ഒരു സാധനം കിടക്കുന്നുണ്ട് അല്ലേ? ഒരു വീടിൻ്റെ തിണ്ണൊക്കെ ഒരു സാധനം ഇരിക്കും. വീടെല്ലാം അടച്ചിരിക്കുകയാണ്, വിലപിടിപ്പുള്ളൊരു സാധനം തിണ്ണയിലിരിക്കുന്നു. അത് എടുക്കണോ വേണ്ടോ? നമുക്കൊരു ചിന്തയാണ് അല്ലേ? ഉടനെ നമുക്ക് വേദോസം എടുത്ത് വായിക്കാൻ പറ്റുമോ? അത് എടുക്കണോ വേണ്ടതെന്ന്? അതെന്നാ തിണ്ണ ആരുമില്ലാത്തൊരു സാധനം, അത് എടുക്കണോ വേണ്ടയോ? അത് എവിടെയാണ് പറഞ്ഞേക്ക് നമുക്ക് അറിയത്തില്ല. തപ്പി തിരിച്ചു എന്ത് ചെയ്യും? അന്നേരം ആർക്കാ വീട്ടുടമ സംബന്ധിച്ച് ഈ പുള്ളിക്കാരൻ എന്നാ കാണിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കിയെടുക്കാൻ സമയമില്ല. അതുകൊണ്ട് പറയുന്നത് എന്ത് ചെയ്യണം? അതെല്ലാം എവിടെ ഇരിക്കണം? നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. അന്നേരം ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും? അന്നത്തെ ഓർമ്മ വരും. അങ്ങനെ ഇരിക്കും. എന്താ സംഭവം? എന്താ? മോഷണമാണ് അല്ലേ? കൽപ്പന എന്നാ പറയുന്നത്? മോഷ്ടിക്കരുത്. അതിന് പുസ്തകം എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? എവിടെയുണ്ട്? നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമ്മുടെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഒരു സാധനം കണ്ടാൽ എന്ത് ചെയ്യരുത്? എടുക്കരുത്, മോഷ്ടിക്കരുത് അല്ലേ?
നമ്മളങ്ങനെ പോകുമ്പോൾ ഇഷ്ടംപോലെ ആരാധനാലയങ്ങൾ നമുക്ക് കാണാം അല്ലേ? നമുക്കങ്ങനെ CSIക്കാർ അങ്ങനെ പോയി കുമ്പിടാൻ പറ്റുമോ? കുമ്പിടാൻ പറ്റുമോ? കൽപ്പന എന്നാ പറയുന്നു? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. നമുക്ക് ഇവിടെയും ആരാധിക്കാം അവിടെയും ആരാധിക്കാം എന്ന് പറ്റത്തില്ല. അത് പറ്റത്തില്ല. ഇവിടെ സർവശക്തനായ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഈ ആലയത്തിലുണ്ട്. കാരണം ആ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി വേർതിരിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. അതാണ് ദൈവാലയം. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുള്ള ഇടം, അതാണ് ദൈവാലയം. ഇവിടെ ആരാധിച്ചതിന് ശേഷം വേറൊരിടത്ത് പോയി ചെയ്തില്ല, മറ്റൊരു ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശം ആർക്കില്ല? അതൊരു ദൈവവൈതലിനില്ല, നമുക്കില്ല എന്ന് നമ്മൾ മറന്നു പോകാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ആരാധിക്കാം, വേറൊരു ദൈവത്തെ ആരാധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കൽപ്പന കൃത്യമായിട്ടും ഒന്നാമതായിട്ടും പറഞ്ഞിരിക്കുന്നത്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഞാനാണ് ഈ കാണുന്നതും കാണപ്പെടാത്തതും മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ഞാനാണ്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇസ്രായേൽ മക്കൾക്ക് ഈ കൽപ്പന കൊടുക്കുമ്പോൾ ഓർത്തിരിക്കണം, അതൊരു ഏകദൈവ വിശ്വാസമാണ്. ദൈവത്തെ മാത്രം ആരാധിക്കുക, സർവശക്തനായ ദൈവത്തെ, യഹോവയായ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നുള്ളത് ഏക ദൈവ വിശ്വാസമാണ്. അവർ താമസിക്കുന്ന ചുറ്റുപാടുകളിൽ അനേക ജാതി ആൾക്കാരുണ്ട്. അവരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ പറയേണ്ട സമയം ഇല്ലാത്തതിന് ഞാൻ അവിടെ ആ ഭാഗം വിടുകയാണ്. അപ്പം അത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങളുണ്ട്, പല ദൈവങ്ങളുണ്ട്, അനവധി ദൈവങ്ങളുണ്ട്, ഓരോ കാര്യത്തിനും ഓരോരോ ദൈവങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഒറ്റ ദൈവത്തെ ആരാധിക്കുക, ഏക ദൈവത്തെ ആരാധിക്കുന്ന ഈ ഒരു കൂട്ടം ജനം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ചുറ്റുമുള്ള യാതൊരു ആരാധനയിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പങ്കെടുക്കരുത്, അതൊന്നും കൊണ്ട് നമസ്കരിക്കരുത്, അത് അനുസരിക്കരുത്, അതിൻ്റെ പുറകെ പോകരുത്. ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാ, ആരെ ആരാധിക്കണം? എന്നെ മാത്രമേ ആരാധിക്കും. അങ്ങനെ എന്നെ മാത്രമേ ആരാധിക്കൂ, ഏകദൈവത്തെ മാത്രം ആരാധിക്കണമെങ്കിൽ അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം, അത് പൂർണ്ണമായിട്ടും അനുസരിക്കണം. അത് അനുസരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പറ്റില്ല. അതാണ് കൽപ്പന 1, 2 കൽപ്പനകളൊക്കെ അത് പറയുന്നത്. നമ്മൾ മറന്നു പോകരുത്. നിങ്ങളോട് കൊച്ചു കഴിയുമ്പോൾ ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യത്തിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അത് വരുന്നുണ്ട്, ആവർത്തിച്ച് വരുന്നുണ്ട് ആ ചോദ്യങ്ങൾ. നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്യത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. പ്രതിജ്ഞ ചെയ്യുന്നതിൽ ഇതെല്ലാം ബേസ് ചെയ്താണ്, ഈ കൽപ്പനകളെ ബേസ് ചെയ്താണ്, നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, നമ്മൾ ഏത് പള്ളിക്കാരാ? CSI എന്ന് പറഞ്ഞ എന്നാ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ എന്നാ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ എന്നാ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ചർച്ച് ഓഫ് സൗത്ത് ദക്ഷിണേന്ത്യ സഭ അല്ലേ? ദക്ഷിണേന്ത്യ സഭ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നിപ്പോൾ നിങ്ങൾ വെള്ളം എടുപ്പൊക്കെ ഇട്ട് അതിൽ പോകുമ്പോൾ ആരാണ് ചോദിക്കുക, നിങ്ങൾ എവിടെ പോയി? ഞങ്ങൾ പള്ളി. നിങ്ങൾ ഏത് പള്ളിക്കാരാ? ഞങ്ങൾ CSI പള്ളി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സ്വഭാവം വെച്ച് നമ്മൾ അറിയും, CSI പള്ളി എന്ന് പറഞ്ഞാൽ CSI പള്ളിയാണ്. നിനക്ക് കൂടുതൽ അറിയണമെങ്കിൽ അവിടുത്തെ അച്ഛനുണ്ട്, അങ്ങോട്ട് പോയി ചോദിക്കും. എനിക്ക് വേറെ, അതാണ് നമ്മുടെ തനി സ്വഭാവം. അമ്മക്കറിയത്തില്ല എന്ത് ചെയ്യും, നമ്മൾ ഉരുണ്ട് കളിക്കും, നമ്മൾ ഒച്ച ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, ദേഷ്യപ്പെടും അല്ലേ? സംഗതി എന്താ നമുക്കറിയത്തില്ല, അതാണ് സംഗതി. ഓക്കെ, ഈ CSI സഭ എന്നാ ഉണ്ടായ? 1947 അല്ലേ? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പള്ളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 47 അതിനും മുമ്പാണ് ഉണ്ടായത്. അന്നൊക്കെ ആ പള്ളി ഏത് പള്ളിയായിരുന്നു? 47 മുമ്പ് നമ്മുടെ പള്ളിയൊക്കെ ഏത് പള്ളിക്കാരായിരുന്നു? ഏതായിരിക്കും? ഏതായാലും CSI അല്ല, കാരണം CSI 47 ഉണ്ടായത്. അതിന് മുമ്പ് ഏത് പള്ളിക്കാരായിരുന്നു? CMS എന്ന് പറഞ്ഞാൽ ഏത് പള്ളിയാ? CMS പറഞ്ഞ എന്നാ? CMS എന്ന് പറഞ്ഞാൽ ചർച്ച് മിഷൻ സൊസൈറ്റി. എന്താ? ചർച്ച് മിഷൻ സൊസൈറ്റി. ഓക്കെ, ചില സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, പല പള്ളികൾ നമുക്ക് കാണാം. 47 മുമ്പ് CMS ഉണ്ടായിരുന്നു, LMS ഉണ്ടായിരുന്നു, ലണ്ടൻ മിഷൻ സൊസൈറ്റി പള്ളികളുണ്ടായിരുന്നു, LMS ചർച്ചസ് ഉണ്ടായിരുന്നു, BMS ബാസർ മിഷൻ ചർച്ചസ് ഉണ്ടായിരുന്നു, അതുപോലെ മറ്റ് അനേക ലൂതറൻ ചർച്ചുണ്ട്. അങ്ങനെ ധാരാളം ചർച്ചകൾ ഉണ്ടായിരുന്നു അല്ലേ? 1947 വ്യത്യസ്തങ്ങളായ സഭകൾ ഒരുമിച്ച് ചേർന്ന് ഒരു സഭയായി തീർന്നു. അതാണ് നമ്മുടെ CSI സഭ എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം ബാക്ക്ഗ്രൗണ്ടിലുള്ള പശ്ചാത്തലങ്ങളുള്ള സഭകളാണ് ഒരുമിച്ച് വന്നത്? ആംഗ്ലിക്കൻ, പ്രെസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷൻ, മെത്തഡിസ്റ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് അച്ഛനോട് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ പഠിച്ചതെന്ന് ചോദിച്ച് നിങ്ങൾക്കൊരു സമാധാനം വന്നോട്ടെന്ന് ഓർത്തിട്ട് ചോദിച്ചാണ്. ഏതായാലും നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളാണ്. 4 വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള സഭകൾ ഒന്നിച്ചു ചേർന്നാണ് ഏത് സഭ ഉണ്ടായത്? CSI സഭ ഉണ്ടായത്. വ്യത്യസ്ത പാരമ്പര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് എപ്പിസ്കോപ്പൽ പാരമ്പര്യമാണ്. എപ്പിസ്കോപ്പൽ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ CMS എന്ന് പറയുന്ന ആ സഭ, അത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മിഷൻ സൊസൈറ്റിയാണ്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ മിഷൻ വിങ് ആണ് ഏത്? ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറയും. അപ്പോൾ അവരിവിടെ വന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരെ അവരുടെ ആരാധന രീതിയാണ് അവർ ഫോളോ ചെയ്തത്, അനുസരിച്ചത്. അത് ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ പാരമ്പര്യമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്നാ പറയുന്നു? അവരൊക്കെ ആംഗ്ലിക്കൻകാരാണെന്ന് പറയും, അല്ലേ? ആംഗ്ലിക്കൻ ചർച്ച്. എന്നാൽ ബാസൽ മിഷ്യൻ്റെ BMSൻ്റെ ആൾക്കാർ വന്നപ്പോൾ അവർ ബാസൽ മിഷ്യൻ്റെ പാരമ്പര്യമായിരുന്നു. അവിടെ എപ്പിസ്കോപ്പ ഇല്ല, അല്ലെങ്കിൽ ബിഷപ്പ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമാണ് അവർക്കുണ്ടായത്. ലണ്ടൻ മിഷൻ്റെ LMSൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കോൺഗ്രിഗേഷൻ പാരമ്പര്യമാണ്. അവിടെ ബിഷപ്പും ഇല്ല, അച്ഛന്മാരും ഇല്ല. അവിടെ അയ്മേനി പ്രവർത്തകർക്കാണ്, അല്ലെങ്കിൽ അയ്മേനി ആൾക്കാർക്കാണ്, ലേ പീപ്പിൾസിനാണ് കൂടുതലായിട്ടുള്ള സഭാ കാര്യങ്ങൾ. അവിടെ ഡീക്കന്മാരെന്ന് പറയും, അവരാണത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ബിഷപ്പന്മാരുണ്ടായിരുന്ന സഭകളും ബിഷപ്പന്മാരില്ലാത്ത സഭകളും അച്ഛന്മാരുള്ള സഭകളും അച്ഛന്മാരില്ലാത്ത സഭകളും ചേർന്നാണ് CSI എന്ന ഐക്യസഭ രൂപപ്പെട്ടത്. മനസ്സിലായോ? അപ്പോൾ അത് CSI രൂപപ്പെട്ടപ്പോൾ ഒരു പ്രത്യേക ഫോർമുല ഉണ്ടാക്കി, ഒരു നിയമം ഉണ്ടാക്കി, അതനുസരിച്ചാണ് അത് രൂപപ്പെട്ടത്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, CSI സഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന് ഏത് സഭയുടെ രൂപം വേണം എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അതിന് അവർ ചരിത്രപരമായ എപ്പിസ്കോപ്പസി സ്വീകരിച്ചു, അല്ലെങ്കിൽ നിലനിർത്തി എന്നാണ് അതിൻ്റെ ചരിത്രപരമായ എപ്പിസ്കോപ്പസി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായ മേൽപ്പട്ടത്വം അംഗീകരിച്ചു എന്നാണ്. പാരമ്പര്യമായ മേൽപ്പട്ടത്വം അംഗീകരിച്ചു. ഇന്നത്തെ ദിവസത്തിന് കത്തോലിക്ക സഭക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്നാണെന്നറിയാമോ? CSIക്കാരുടെ പ്രാധാന്യം അറിയത്തില്ല, പിന്നെ കത്തോലിക്കരുത് തിരുമേനി എന്നാ ചോദ്യം എഴുതി, അല്ലേ? ഇന്നത്തെ പ്രാധാന്യം എന്താ അറിയാമോ? ഇന്ന് അവരുടെ മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് ചുമതലയേക്കുന്ന ദിവസമാണ്. മാർപ്പാപ്പ പിയൂസ്, അല്ലേ? പിയൂസ് ആണോ? ലിയോ 14 മാർപ്പാപ്പ ഇന്ന് എന്ത് ചെയ്യുന്നു? ഔദ്യോഗികമായിട്ട് സ്ഥാനമേൽക്കുന്ന ദിവസമാണ്. ഓക്കെ. ഈ മാർപ്പാപ്പ ആരുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നെന്ന വിചാരം, അല്ലെങ്കിൽ അവർ കരുതുന്നത്, പാരമ്പര്യം എല്ലാവർക്കും പറയാം. പത്രോസ് ശ്ലീഹായുടെ, പത്രോസ് അപ്പോസ്തലന്റെ സിംഹാസനത്തിൻ്റെ പിന്തുടർച്ചയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിൻ്റെ പാരമ്പര്യമായിട്ടാണ് വരുന്നത്. അത് പാരമ്പര്യം പറയാൻ വേണ്ടി ഞാനത് വന്നത്. പത്രോസ് അപ്പോസ്തലൻ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് അവർ പോപ്പ് എന്നാണ് പിന്നെ പറഞ്ഞു വരുന്നത്. അതിൻ്റെ അടുത്ത പോപ്പ്, പിന്നെ പോപ്പ് എനിക്ക് തോന്നുന്നു 200 സംതിങ് ആണ് ഇപ്പോഴത്തെ പോപ്പ്. 264 എനിക്ക് സംശയം പോപ്പ് വരുന്നത്. അപ്പോൾ പത്രോസിൻ്റെ പിന്തുടർച്ചക്കാരുടെ വരിക. അതാണ് ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറയുന്നത്. CSI രൂപീകരിക്കപ്പെട്ടപ്പോഴും ഈ ചരിത്രപരമായ എപ്പിസ്കോപ്പസി, ഈ ഒരു മേൽപ്പട്ടത്വം എന്ത് ചെയ്തു? അവർ പിന്തുടർന്നു. അങ്ങനെ വന്നപ്പം CSI സഭ എന്ന് പറയുന്നത് ബിഷപ്പന്മാരുള്ള മേൽപ്പട്ടത്വം അംഗീകരിക്കുന്ന ഒരു സഭയായിട്ട് മാറി. അതിൻ്റെ അകത്ത് അങ്ങനെ അംഗീകരിക്കാത്ത ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അതിന് ചേർന്ന് അതവർ സ്വീകരിച്ചു. അതാണ് ചരിത്രപരമായ എപ്പിസ്കോപ്പസി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇത്ര ഞാൻ പറഞ്ഞത്, നമ്മുടെ സഭയും മറ്റ് സഭകളുടെ വ്യത്യാസമില്ല. ആൺകുട്ടികൾ പറഞ്ഞേ, നിങ്ങൾ 2-3 സഭകളുടെ പേര് പറഞ്ഞു, വേറെ സഭകളിലെ CSI അല്ലാത്ത. മാർത്തോമ, കത്തോലിക്ക, ഓർത്തഡോക്സ്. കൊച്ചിന് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ജില്ലയിൽ നടക്കുന്നത്. പറഞ്ഞു, ചുണയായിട്ട് പറഞ്ഞു. മലങ്കര കത്തോലിക്ക. സാധാരണ പറയേണ്ട, ഇന്ത്യയിൽ തന്നെയുണ്ട് 2500 പള്ളികളുണ്ട്, സഭകളുണ്ടെന്നാണ് പറയുന്നത്. 2500 സഭ വിഭാഗങ്ങൾ ഈ ഇന്ത്യയിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? നമുക്ക് ആ വിധം 3-4 സഭയുടെ പേരറിയുന്നത്, അല്ലേ? ഓക്കെ.
അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ സഭകളും CSI സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തായാലും എന്നാ വ്യത്യാസം? അവർക്കും പള്ളിക്ക് കുരിശുണ്ട്, ഞങ്ങൾക്കും പള്ളിക്ക് കുരിശുണ്ട് അല്ലേ? അവർ കിഴക്കോട്ട് നിൽക്കും, ഞങ്ങൾ സൗകര്യമുള്ളിടത്ത് നിൽക്കും. പള്ളി അങ്ങോട്ട് വെക്കണം, അങ്ങോട്ട് ഞങ്ങൾ വെക്കും. അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ അത് കൂടുതലും ഞങ്ങൾക്ക് അറിയും. ചിലപ്പോൾ അങ്ങേറ്റം പറഞ്ഞാൽ പറയായിരിക്കും അവർ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയൊക്കെ പറയാൻ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് വ്യത്യാസം? ഞാൻ തന്നെ പറയാം. സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരാ ഉള്ളത്? സിറിയൻ ഓർത്തഡോക്സുകാർ മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അല്ലാതെ ആൾക്കാർ മിഷൻ ഫീൽഡൊക്കെ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും പൊതുവെ പറയുമ്പോൾ എന്ത് ചെയ്യും? സിറിയൻ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ സിറിയൻ ഓർത്തഡോക്സ് ആൾക്കാരാണ്. യാക്കോബ സിറിയൻ എന്ന് പറഞ്ഞാൽ യാക്കോബ സിറിയൻ ആൾക്കാർ മാത്രമേ അതിൻ്റെ അകത്ത് ഉള്ളൂ. സീറോ മലബാർ എന്ന് പറഞ്ഞാൽ ആരേ ഉള്ളൂ അതിൻ്റെ അകത്ത്? സീറോ മലബാറിൽപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. ലാറ്റിൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ ആരേ ഉള്ളൂ അതിൻ്റെ അകത്ത്? ലാറ്റിൻ ഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ചോദ്യം ഇതാണ്, CSI എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരെല്ലാം ഉണ്ട്? എല്ലാ ആൾക്കാരും ഉണ്ട്. എല്ലാ ആൾക്കാരും ഉണ്ട്. 52 ക്രിസ്ത്യാനികളായവരും ഉണ്ട്. ഇന്നലെ ക്രിസ്ത്യാനികളായവരും സ്നാനപ്പെട്ടവരും CSIയിൽ അംഗങ്ങളാണ്. പിന്നെ ഭാഷ പറഞ്ഞാലോ? ഭാഷ പറഞ്ഞാലോ? ഭാഷ പറഞ്ഞാൽ പ്രധാനമായിട്ട് എത്ര ഭാഷക്കാരുണ്ട്? നമ്മുടെ ഇവിടെ തന്നെ പറഞ്ഞാൽ എത്ര ഭാഷക്കാരുണ്ട്? മലയാളം, തമിഴ്, പിന്നെ അത് കഴിഞ്ഞ് പോയാലോ കന്നഡ, തെലുങ്ക് അല്ലേ? പ്രധാനമായിട്ടും 4 ഭാഷകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. 4 ഭാഷക്കാരും ആരാണ്? അവരെല്ലാം CSIക്കാരാണ് അല്ലേ? പിന്നെ അതിൻ്റെ സാമ്പത്തികം നോക്കിയാലോ, കൂലിപ്പണിക്കാരൻ തൊട്ട് വലിയ വലിയ കമ്പനി നടത്തുന്ന ആൾക്കാർ വരെ ഈ CSIയിലെ അംഗങ്ങളാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലോ, ഏതെല്ലാം വിഭാഗത്തിൽ നിന്ന് ആൾക്കാർ ക്രിസ്ത്യാനികളായിട്ടുള്ള ആ ആൾക്കാർ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ CSI സഭയിലെ അംഗങ്ങളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പ്രത്യേക സഭയാണ്. ഈ ഒരു പ്രത്യേകത വേറെ ആർക്കുമില്ല, വേറെ ഒരു സഭക്കാർക്കും അവകാശപ്പെടാനായിട്ടില്ല. അതാണ് പറയുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? CSI സഭ എന്ന് പറയുന്നത് ഒന്നായി തീർന്ന സഭയാണ്. ഒന്നായി തീർന്ന സഭയാണ്. മറ്റെല്ലാം ഒറ്റ സഭകളാണ്. ഇത് ഒന്നായി തീർന്ന സഭകളാണ്. ഈ പറഞ്ഞ എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും, ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ സഭകളിൽ നിന്നും അംഗങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ പള്ളിയിലുണ്ട്. ഇവിടെ വന്ന് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഇത് ചെയ്യുന്നു. ആ സഭയുടെ നിയമങ്ങൾക്ക് ചട്ടങ്ങൾ വിധേയപ്പെട്ട് പോകുമ്പോൾ അവരെല്ലാവരും ആരായി തീർന്നിരിക്കുന്നു? CSI ക്രിസ്ത്യാനികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഇങ്ങനെ ഒരു ഐക്യസഭ ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ സുവിശേഷം ക്രിസ്തുവിനെ ഒരുമിച്ച് നിന്ന് സാക്ഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അത് തുറന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടത്. യേശുവിൻ്റെ പ്രാർത്ഥനയാണ്, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന്. യേശുവിനെ ഒന്നിച്ച് നിന്ന് സാക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിന്നാണ് യേശുവിനെ സാക്ഷിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന, സുവിശേഷത്തെ സ്നേഹിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരേ ഒരു സഭ എന്ന് പറയുന്നത് നമ്മുടെ സഭയാണ്. അത് CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയാണ് എന്ന് ഞാൻ സമയത്ത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. നോക്കട്ടെ, മുറകൾ എത്രയാണ്? മുറകൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ പഠിപ്പിച്ചെന്നാ പറഞ്ഞത്. മുറകൾ എന്ന് പറഞ്ഞത് ഡ്യൂട്ടീസാണ്. ഏതാണ്? ഡ്യൂട്ടീസ്, കടമകൾ എന്ന് പറയാം. കടമകൾ പ്രധാനമായിട്ട് എത്ര കടമയാ? ആരോടെല്ലാം നമുക്ക് കടമയുള്ളത്? 2 കടമകൾ നമുക്കുണ്ട്. ഒന്ന് ദൈവത്തോടുള്ള കടമയാണ്, മുറയാണ്. രണ്ടാമത്തേത് കൂട്ടുകാരുള്ള മുറ. ദൈവത്തോടുള്ള മുറ എന്താണ്? ചുരുക്കി പറഞ്ഞത് അല്ല, ദൈവത്തോടുള്ള മുറ എന്തായിരിക്കും? അത് ചുരുക്കി പറഞ്ഞാൽ മതി. ദൈവത്തെ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ദൈവത്തോടുള്ള മുറ. കൂട്ടുകാരനുള്ള മുറയോ? എന്നെപ്പോലെ തന്നെ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് കൂട്ടുകാരനുള്ള മുറ. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വിശ്വാസ പ്രമാണം എത്രയാണ് മക്കളെ? 3. ഏതെല്ലാം? അപ്പോസ്തല വിശ്വാസ പ്രമാണം,
നിക്കായ പ്രമാണം, അത്താനാവശ്യത്തിന് വിശ്വാസ പ്രമാണം. ഓക്കെ, അപ്പോസ്തലിക വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്നാ പ്രമാണമാണ്? പറഞ്ഞോ. അയ്യോ അതറിയില്ലേ? പോട്ടെ. നിക്കായ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്നാ? പിന്നെ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ചൊല്ലുന്നത്, എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത്. നിക്കായ വിശ്വാസ പ്രമാണമായിട്ട് ബന്ധിപ്പിച്ച് ഇപ്പോൾ ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. പറയാമോ? ആർക്കെങ്കിലും പറയാമോ? നിക്കായ വിശ്വാസ പ്രമാണമായിട്ട് ബന്ധിപ്പിച്ച് ഈ വർഷത്തിൻ്റെ പ്രത്യേകത ഒരു വാർഷികമാണ്. നിക്കായ വിശ്വാസ പ്രമാണത്തിൻ്റെ 1700-ാം വാർഷികമാണ്. നിക്കായ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചിട്ട് 1700 വർഷമായി. അതിൻ്റെ വാർഷികം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഓരോരോ സഭകൾ. ഓക്കെ, അതന്നെ പ്രത്യേകം. ഓക്കെ, നിക്കായ വിശ്വാസ പ്രമാണം എന്താ? ഞാൻ തന്നെ പറയാം. അപ്പോസ്തലിക വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ വിശ്വാസ പ്രമാണങ്ങളിൽ ചെറിയ ഒരു വിശ്വാസ പ്രമാണമാണ് അപ്പോസ്തലിക വിശ്വാസ പ്രമാണം. അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ അവർ ഉപയോഗിച്ച പദങ്ങൾ ഉപയോഗിച്ച് ക്രോഡീകരിച്ചിരിക്കുന്ന, രൂപപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസ പ്രമാണമാണ് എന്ത്? അപ്പോസ്തലിക വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. നിക്കായ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കായ സുന്നകദോസിൽ അന്നത്തെ സഭാപിതാക്കന്മാർ എല്ലാവരും കൂടെ ചേർന്ന് രൂപപ്പെടുത്തിയ വിശ്വാസ പ്രമാണമാണ് ഏത്? നിക്കായ വിശ്വാസ പ്രമാണം എന്ന് പറയും. അത്താനാസിയോസ് എന്ന് പറയുന്ന സഭാപിതാവ് അദ്ദേഹം തയ്യാറാക്കിയ തൃത്വവിശ്വാസത്തെ അതിശക്തമായി പിന്തുണയ്ക്കുന്ന, അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രമാണമാണ് ഏത്? അത്താനാസിയോസിന്റെ വിശ്വാസ പ്രമാണം എന്ന് പറയും. അത് വളരെ ദീർഘമാണ്. അതിൻ്റെ അകത്ത് പറയുന്നൊരു വാക്കുണ്ട്, ഇതാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞു തന്നെയാണ്. പിതാവ് ദൈവമാണ്, പുത്രനും ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എങ്കിലും 3 ദൈവങ്ങളല്ല, ഒരു ദൈവം അത്രേ. പഠിപ്പിക്കലാണത്. പിതാവ് ദൈവമാണ്, പുത്രനും ദൈവമാണ്, പരിശുദ്ധാത്മാവും ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ അത് 3 ദൈവങ്ങളല്ല, പിന്നെയോ ഒരു ദൈവം അത്രേ. അതിനാണ് ത്രിയേക ദൈവം എന്ന് പറയുന്നത്. ത്രിയേക ദൈവവിശ്വാസം എന്ന് പറയും, തൃത്വവിശ്വാസം എന്ന് പറയും. ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ, സഭയുടെ തുടക്ക കാലഘട്ടങ്ങളിൽ കുറഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ സഭയിൽ അനേക ദുരുപദേശങ്ങൾ വർദ്ധിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദുരുപദേശങ്ങൾ സഭകളിൽ എന്ത് ചെയ്തു? അന്നത്തെ സഭകളിൽ വർദ്ധിച്ചു വന്നു. ചിലർ പറഞ്ഞു പിതാവ് മാത്രമേ ഉള്ളൂ ദൈവം, പുത്രനൊന്നും ദൈവമല്ലെന്ന് ചിലർ പഠിപ്പിച്ചു. ചിലർ പറഞ്ഞു പിതാവൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, പുത്രൻ മാത്രമേ ഉള്ളൂ ദൈവം എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു പരിശുദ്ധാത്മാവാണ് ദൈവം, ബാക്കി ആരും ദൈവങ്ങളല്ല എന്ന് പറഞ്ഞ് ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ ദൈവത്വങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പഠിപ്പിക്കലുകൾ ആ കാലത്ത് വളരെ ശക്തമായി വന്നു. അങ്ങനെ വന്നപ്പോൾ സാധാരണ വിശ്വാസികൾക്ക്, ദൈവമക്കൾക്ക് ഇതേത് വിശ്വാസമാണ് ശരിയെന്ന് നിശ്ചയിക്കാൻ പറ്റാതെ വന്നപ്പോൾ സഭാപിതാക്കന്മാർ ദൈവത്തിന് ഒരുമിച്ച് കൂടി അവര് ക്രോഡീകരിച്ച പ്രമാണമാണ്. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് പ്രമാണം, ആധാരമായിരിക്കുന്ന സംഗതി. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം എന്ന് വേണേൽ പറയാം. എന്ത് നീ വിശ്വസിക്കുന്നു എന്നുള്ളത് ചുരുക്കി പറയുന്നതാണ് വിശ്വാസ പ്രമാണം. ഇതാണ് എൻ്റെ പ്രമാണം, ഇതാണ് എൻ്റെ വിശ്വാസത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത്. ഞാൻ ആരിൽ വിശ്വസിക്കുന്നു? നമ്മൾ ചുരുക്കമായിട്ട് പറയുമ്പോൾ നിങ്ങളത് പഠിച്ചതാണ്. പറയുമ്പോൾ ഈ ആകാശത്തെയും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും കാണുന്നതിനെയും കാണപ്പെടാത്തതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് ആര്? പിതാവായ ദൈവം, സർവശക്തനായ ദൈവം. എൻ്റെ വിശ്വാസം അതാണ്. പിന്നെ ഈ സൃഷ്ടിയെ വീണ്ടെടുക്കുന്ന ആരാണ്? പുത്രനാണ്, അല്ലേ? പുത്രനായ ദൈവമാണ് തൻ്റെ സ്വന്തം രക്തം നൽകി എന്ത് ചെയ്ത് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തത്. അതുകൊണ്ട് പുത്രനായ ദൈവമുണ്ട്. പിന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവാണ് എന്ത് ചെയ്യും? നമ്മളെ ശക്തി. ഇന്ന് നമ്മൾ വായിച്ച എല്ലാ വേദഭാഗങ്ങളിലും പരിശുദ്ധാത്മാവുണ്ട്, അല്ലേ? നമ്മളിപ്പോൾ പാടിയ പാട്ടിലും പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മളെ ശക്തീകരിക്കുന്നു, ബലപ്പെടുത്തുന്നു, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പിതാവും ദൈവമാണ്. എങ്കിലും 3 ദൈവങ്ങളല്ല, ഒരു ദൈവം അത്രേ. യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാണ്. കർത്താവിനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു നാം ഒന്നായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പം അത് തൃത്വവിശ്വാസം എന്ന് പറയുന്ന ഒരു വലിയൊരു മിസ്റ്ററി എന്നാണ് പറയുന്നത്, ഒരു നിഗൂഢ സത്യം എന്നൊക്കെയാണ് പറയാം. നമുക്ക് ഒറ്റ കേൾവിയിലോ ഒറ്റ വായനയിലോ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പുറമാണ് ആ വിശ്വാസം എന്ന് നമ്മൾ പറഞ്ഞു പോകരുത്. അതുകൊണ്ട് നമ്മൾ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് നമ്മുടെ സഭയുടെ വിശ്വാസം. അത് നമ്മൾ മറന്നു പോകും. ഓക്കെ, സക്രമം എത്രയുണ്ടെന്നാ പറഞ്ഞേ? എത്രയുണ്ട് സക്രമത്തെ? 2. ഏതെല്ലാം? സ്നാനവും തിരുവത്താഴവും. ഓക്കെ,
ഇന്ന് വേദോസം വായിച്ച് ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചിരുന്ന കേൾപ്പിക്കേ. ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചിരുന്ന കേൾപ്പിക്കേ. സത്യം മാത്രമേ പറയാവുള്ളൂ കേട്ടോ. സത്യമേവ സത്യമേവ അറിയില്ലേ? സത്യമേവ ജയതേ അല്ലേ? സത്യം മാത്രമേ പറയാവുള്ളൂ. എത്ര പേര് ഇന്ന് വായിച്ച് ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചൊരു 1 2 3 4 5 6 7 8 9 24 പേരിലെ 9 പേര് 25 പേരിലെ 9 പേര് വേദോസം വായിച്ചിട്ടാണ് വന്നത്. അച്ഛാ 9 പേര് വേദോസം വായിച്ചിട്ടുണ്ട്. ബാക്കി ആരും ഒന്നും എന്ത് ചെയ്യില്ല. അല്ല അത്ര ഇതൊക്കെ ഒന്നും വേണ്ട, വരച്ചെഴുത്ത്. ഓക്കെ, ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചവർ പള്ളി വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചവരെന്ന് കേൾവിക്ക്. പ്രാർത്ഥിച്ചവർ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചവരാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, കൈതാട്ടോ. ഇന്നലെ വേദോസം വായിച്ചിരുന്നു. ഇന്നലെ വേദോസം വായിച്ചത് കേൾവിക്ക്. ഓക്കെ, കൈതാട്ടോ. ഇന്നലെ പ്രാർത്ഥിച്ചവരെന്ന് കേൾവിക്ക്. സ്വന്തമായിട്ട് ഇന്നലെ പ്രാർത്ഥിച്ചവർ. ഓക്കെ, കൈതാട്ടോ. ഇന്നലെ വൈകുന്നേരം വീട്ടിലെ പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്ന കേൾവിക്ക്. കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. മിനിഞ്ഞാന്ന് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കും. മിനിഞ്ഞാന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥന, വീട്ടിലെ പ്രാർത്ഥന. ഇനി കൂടുതൽ ചോദ്യം ചോദിക്കാൻ അവർക്ക് ഉണ്ടായിരുന്നു, സമയമില്ലാത്തവർ ചോദിക്കുന്നത് കേട്ടോ. പ്രിയ മാതാപിതാക്കന്മാരെ, ജ്ഞാനമാതാക്കന്മാരെ, ഇവരിൽ പലരും എന്ത് ചെയ്തിട്ടില്ല? ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടില്ല? വിശുദ്ധ വേദപുസ്തകം അവർ വായിച്ചിട്ടില്ല. പലരും എന്ത് ചെയ്തില്ല? പ്രാർത്ഥിച്ചിട്ടില്ല. പലരും ഇന്നലെയും വേദപുസ്തകം വായിച്ചിട്ടില്ല. പലരും ഇന്നലെയും പ്രാർത്ഥിച്ചിട്ടില്ല. പലരും മിനിഞ്ഞാന്നും പ്രാർത്ഥിച്ചിട്ടില്ല. പലരും ഇന്നലെ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനയിൽ പലരും എന്ത് ചെയ്തിട്ടില്ല? പങ്കെടുത്തിട്ടില്ല. പലർക്കും എന്തറിയത്തില്ല? കൽപ്പനകൾ മുഴുവനും അറിയത്തില്ല. വിശ്വാസ പ്രമാണത്തിൻ്റെ കാര്യം ചോദിക്കുന്നില്ല. നിങ്ങൾ ജ്ഞാനമാതാക്കന്മാർ ഒരു കാര്യം ചെയ്യണം. മാതാപിതാക്കന്മാർ, നിങ്ങൾ ഇന്നേക്ക് 14 വർഷം പിള്ളേരുടെ പ്രായം അനുസരിച്ചാണ് പറയുന്നത്. പ്രായമുള്ളവർ ഒരു പക്ഷേ അത് വ്യത്യാസമാണ്. പിള്ളേരുടെ പ്രായം വെച്ച് ഞാൻ പറയട്ടെ. ഇന്നേക്ക് 14 വർഷം മുമ്പ് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ദേവാലയത്തിൽ കൊണ്ടുവന്നു. കുഞ്ഞായിരുന്നു. അവരെ സ്നാനപ്പെടുത്തിയപ്പോൾ അവരാരായി തീർന്നു? നിങ്ങൾ ആരായി തീർന്നു? ദൈവമക്കളായി തീർന്നു. അതുവരെ സാധാരണ ഒരു മനുഷ്യ കുഞ്ഞുങ്ങളായിരുന്നു. ഇവിടെ വന്ന് സ്നാനപ്പെടുത്തിയപ്പോൾ അവരാരായി തീർന്നു? വിശുദ്ധ ബപ്തിസ്മയിലൂടെ നിങ്ങൾ ആരായി തീർന്നു? ദൈവമക്കളായി തീർന്നു. ദൈവരാജ്യ അവകാശികളായി തീർന്നു. ക്രിസ്തുവിൻ്റെ ശരീരം സഭയിൽ അവയവങ്ങളായി തീർന്നു. അല്ലേ? നിങ്ങൾ ദൈവമക്കളായി തീർന്നു. വിശുദ്ധ ബപ്തിസ്മയിലൂടെ സ്നാനത്തിലൂടെ നിങ്ങൾ ആരായി തീർന്നു? ദൈവമക്കളായി തീർന്നു. അതുവരെ നിങ്ങൾ ദൈവമക്കളല്ലായിരുന്നു. സാധാരണ ലോകപ്രകാരമുള്ളൊരു മനുഷ്യനായിരുന്നു, മനുഷ്യ കുഞ്ഞായിരുന്നു. ദൈവ പൈതലായി തീർന്നു. ദൈവമകനായി ദൈവമകളായി തീർന്നു. ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നു. ഇവിടെ കർത്തൃമേശയെ കൊണ്ടുപോയി അന്നത്തെ അച്ഛൻ നിങ്ങളെ എന്ത് ചെയ്തു? നിങ്ങളെ സ്നാനപ്പെടുത്തി. അല്ലേ? സ്നാനപ്പെടുത്തി കഴിഞ്ഞ് ഇവിടെ സമർപ്പിച്ചു. ദൈവമേ, ഈ പൈതൽ എന്നേക്കും അങ്ങേക്കുള്ളവനായിട്ടിരിക്കണം ദൈവമേ എന്ന് പറഞ്ഞു. അവരവിടെ സമർപ്പിച്ചു. അവരെ പള്ളിയിൽ എന്ത് ചെയ്തു? ദൈവത്തെ സമർപ്പിച്ചു. അല്ലേ? ഓക്കെ. നമ്മൾ ഇവിടുന്ന് പള്ളിയിൽ ഒരു കുപ്പി പാല് കൊണ്ടുവന്നു. പള്ളി കഴിയുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോകുമോ? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. പള്ളിയിൽ ഒരു കുപ്പി പാല് കൊണ്ടുവന്ന് സമർപ്പിച്ചു. പള്ളി കഴിയുമ്പോൾ പാല് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് എടുത്തുകൊണ്ട് പോവോ? കൊണ്ടുപോവോ? കൊണ്ടുപോകത്തില്ല. ഓക്കെ. ഒരു കെട്ട് പയർ നമ്മൾ കൊണ്ടുവന്നു. അല്ലേ? ആദ്യത്തെ കാഴ്ച നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു കഴിഞ്ഞ് പള്ളി കഴിയുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോവോ? ഇല്ല. അതിവിടെ സമർപ്പിച്ചതാണ്. ദൈവത്തിന് കൊടുത്തതാണ്. ദേവാലയത്തിൽ കൊടുത്തതാണ്. അത് പിന്നെ ദേവാലയത്തിലാണ് ഇരിക്കുന്നത്. അല്ലേ? അതുള്ള സാധന വസ്തുക്കൾ നമ്മൾ എന്ത് ലേലം ചെയ്ത് കൊടുക്കുകയാണ്. അല്ല, അതിന് പള്ളിയിലേക്ക് മുതൽ കൊടുക്കും. ഓക്കെ. നമ്മളൊരു ആട്ടുകുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് വെച്ചാൽ പള്ളി കഴിയുമ്പോൾ നമ്മൾ ആട്ടുകുഞ്ഞിനെ അഴിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും? കൊണ്ടുപോകത്തില്ല. അത് കൊണ്ടുപോകാൻ ചില ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലേ? അതിന് ഈക്വലായിട്ടുള്ള പൈസ എന്താണ് ഇവിടെ കൊടുക്കണം. അത് വേദോസന പ്രമാണമാണ്. അത് നമുക്ക് ഉണ്ടാകാം. പക്ഷേ ഈക്വൽ ആയിട്ടുള്ള ഒരു നടപടി ഇവിടെ ചെയ്തിരിക്കണം. ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തു? 14 വർഷം മുമ്പ് ഇവിടെ കൊണ്ട് സമർപ്പിച്ചു. അല്ലേ? പിന്നെ നിങ്ങൾ എന്നാ ചെയ്തു? ശരിക്കും ആ പിള്ളേർ അവിടെ നിൽക്കേണ്ടതാണ്. ശരിക്കും അവരിവിടെ നിൽക്കാതെ. അല്ലേ? അതിവിടെ സമർപ്പിച്ചവരാ. ഇവിടുത്തെ പള്ളിയിലെ ആൾക്കാർ, അല്ലെങ്കിൽ പള്ളിയിലെ കുഞ്ഞുങ്ങളാണ്. അല്ലേ? ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവമക്കൾ എവിടെ വളരണം? ദൈവസന്നിധിയിലാണ് വളരേണ്ടത്. പക്ഷെ നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. അല്ലേ? നിങ്ങൾ കൊണ്ടുപോയതല്ല, ഇവിടുന്ന് നിങ്ങൾക്ക് തന്നു വിട്ടു പിള്ളേരെ.
ഇവിടുന്ന് കുഞ്ഞുങ്ങളെ തന്നുവിട്ടപ്പോൾ പറഞ്ഞു ചില കാര്യങ്ങൾ. എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ പറയുന്ന ആ ക്രമം അനുസരിച്ച് കൊച്ചിനെ വളർത്തണം. ഈ കൊച്ച് ഒരു ദൈവ പൈതലായിട്ട് എന്ത് ചെയ്യണം? വളരണം. അതിന് നിങ്ങൾ യാതൊരു കാരണവശാലും തടസ്സം നിൽക്കരുത്. ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം, 10 കൽപ്പന പഠിപ്പിക്കണം, വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്ന എല്ലാ സംഗതികളും എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിച്ചതിന് ശേഷം സ്ഥിരീകരിക്കാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാൻ കരുതിക്കൊള്ളണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും പഠിപ്പിക്കാനും നിങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അച്ഛാ, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധി സമർപ്പിച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പോയതാ. 14 വർഷം മുമ്പ് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി. ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഞാൻ പറയുന്നത് അതേ രീതി മനസ്സിലാവണമെന്നാണ് എൻ്റെ വിചാരം. 14 വർഷം മുമ്പ് ഈ പിള്ളേരെ എന്ത് ചെയ്തു? കൊണ്ടുപോയി. 14 വർഷം കഴിഞ്ഞപ്പോൾ അന്ന് നിങ്ങൾ എടുത്ത പ്രതിജ്ഞകൾ അനുസരിച്ച് ഇവിടെ കൊണ്ടുവരിക. എന്തായിരുന്നു പ്രതിജ്ഞ? ഈ കൊച്ചിനെ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചിരിക്കുന്നു, പിന്നെ 10 കൽപ്പന പഠിപ്പിച്ചിരിക്കുന്നു, പിന്നെ വിശ്വാസ പ്രമാണം പഠിപ്പിച്ചിരിക്കുന്നു, പിന്നെ ഞാൻ ഒരു മോശം കാര്യം ഈ കൊച്ചിന് മുമ്പേ ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് നീ കൊച്ചു വഴിതെറ്റി പോകത്തില്ല. മാതാപിതാക്കന്മാർ ജ്ഞാനമാതാപിതാക്കന്മാർ. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ കൊച്ചു നന്നായി വരണമെന്ന് മാത്രം ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, അല്ലേ? ഓക്കെ, അങ്ങനെയാണോ നമ്മളോട് കൊണ്ടുവന്നേ? അങ്ങനെയാണെങ്കിൽ ഈ പിള്ളേരെല്ലാം എന്ത് ചെയ്യണമായിരുന്നു? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ്? നിങ്ങളിത് പഠിപ്പിച്ചില്ല, ശ്രദ്ധിച്ചില്ല എന്നുള്ളത്, അല്ലേ? വഴക്ക് പറയുന്നതല്ല കേട്ടോ. നമ്മൾ ഇനിയും ആൾക്കാർ എന്ത് ചെയ്യും? ദൈവം നമുക്ക് മക്കളെ തരുമ്പോൾ അവരെ നമ്മൾ ചില കടമകളുണ്ട് എന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ജ്ഞാനമാതാപിതാക്കന്മാരായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. സഭ അതിന് പ്രത്യേകമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യണം? വീട്ടിൽ വെച്ച് കുഞ്ഞുങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവമേ എന്ന് വിളിക്കാനും സ്വർഗസ്ഥനായുള്ള പിതാവേ എന്ന് പ്രാർത്ഥിക്കാനും അവർ വീട്ടിൽ തന്നെ പഠിക്കേണ്ടതാണ്. അതിന് ഇനിയും നമ്മൾ താമസിച്ചുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം എന്ന് ഓർപ്പിക്കും. ഒരു ചോദ്യം കൂടെ, പിള്ളേർ ഇത്രയും പറഞ്ഞ മറുപടി വെച്ച് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ വീടുകളിൽ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളൊന്നും ഒന്ന് കൈവക്കാം. വൈകുന്നേരം എൻ്റെ വീട്ടിൽ കൈവക്കാം. സമ്മാനമൊന്നുമില്ല കേട്ടോ. ഓക്കെ, വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥന ഉണ്ട്. വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൈതാഴില്ല. വൈകുന്നേരം എല്ലാവരും വന്ന് പല സമയത്ത് വന്ന് കിടന്നുറങ്ങും. അങ്ങനെയാണെങ്കിൽ ഇപ്പം രാവിലെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ചോദിക്കും. രാവിലെ കുടുംബ പ്രാർത്ഥന ഉണ്ട്. ഓക്കെ, താങ്ക് യു. ദൈവാനും കേൾക്കട്ടെ. 2 കൂട്ടക്കാർ ദൈവാനും കേൾക്കട്ടെ. രാവിലെയും വൈകുന്നേരമുള്ള കുടുംബ പ്രാർത്ഥന വളരെ നിർബന്ധമാണ്. അത് കണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കുഞ്ഞുങ്ങളിലൂടെ ആ ദൈവവിശ്വാസം വളരുന്നത്. നമ്മൾ വേദവസം വായിക്കുന്നത് അവർ കാണണം. അങ്ങനെ അവർക്ക് വേദവസം വായിക്കാൻ താല്പര്യമുണ്ടാവും എന്ന് കൂടെ ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ഓക്കെ, ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. ആവർത്തനം 6:6. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. കൽപ്പനകൾ എന്ത് ചെയ്യുക? കൽപ്പനകൾ പഠിക്കുകയും അതെന്ത് ചെയ്യണം? അത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുകയും ആവശ്യ സമയങ്ങളിൽ ആ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ പോകാൻ ഉത്സാഹിക്കുകയും ചെയ്യുക. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14:15 പറഞ്ഞിരിക്കുന്ന ഒന്നോടെ എടുത്ത് പറയാം. വാക്യം നിങ്ങളൊന്ന് പറഞ്ഞേ. യോഹന്നാന്റെ സുവിശേഷം 14:15. മതി, 15 മാത്രം മതി. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനായിട്ട് നമ്മുടെ സ്വന്തമായ പരിശ്രമങ്ങളാൽ സാധ്യമല്ല. അതിന് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയാണ് എന്ത് ചെയ്യും? നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് അതിനുവേണ്ടി പ്രത്യേകമായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനുള്ള കൃപ തരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുള്ള അവസരമാകുന്നു സ്ഥിരീകരണം എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജ്ഞാനപിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകൾ ഇന്ന് നിങ്ങൾ സ്വയമായിട്ട് എന്ത് ചെയ്യാണ്? ഏറ്റെടുക്കുകയാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സ്വയമായിട്ട് എന്ത് ചെയ്യാണ്? എന്ന് ഉപേക്ഷിക്കുകയാണ്. അത് നിങ്ങൾ ജീവിതത്തിൽ എടുക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. പ്രതിജ്ഞകൾ പാന ദൈവം നിങ്ങളെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാണ്. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. Thank you.